രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. LDFും UDFും വിജയപ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ PV അൻവർ പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഫലത്തിൽ നിർണായക സ്വാധീനമാകുക. ദീപക് ധർമ്മടം, ശ്രീജിത് ശ്രീകുമാരൻ, വിപിൻ സി വിജയൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഈ KPCC അധ്യക്ഷൻ ഇന്ന് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടല്ലോ വലിയ ഭൂരിപക്ഷത്തോടെ UDF മണ്ഡലത്തിൽ വിജയിച്ചു കയറുമെന്ന്. എന്തൊക്കെയാണ് UDFന്റെ കണക്കൂട്ടലുകൾ ദീപക്? ഉന്മേഷ്, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ വലിയ പ്രചരണം, അതിനുശേഷം കനത്ത പോളിംഗ്, ആ പോളിംഗിന് ശേഷമുള്ള ജനവിധിയാണ് നാളെ ഈ നേരമാകുമ്പോഴേക്കും ആരാണ് പുതിയ MLA, ആ MLAയുടെ പാർട്ടിയുടെ മുന്നണിയുടെ ആഘോഷത്തിന് ഈ നിലമ്പൂർ നഗരം വേദിയാവുന്നത് നമുക്ക് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഉന്മേഷ് ചോദിച്ച UDF ആണ് അതിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നത്. 15,000 വോട്ടിന് ജയിക്കും എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ സംഘടനാ ചുമതല വഹിച്ച അനിൽകുമാറുമായി ഞാൻ ഇന്ന് സംസാരിച്ചു. AP അനിൽകുമാർ പറയുന്നത് 12,000 വോട്ടിന് ജയിക്കുമെന്നുള്ളതാണ്. അത്രമേൽ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മവിശ്വാസം ഇവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ പോളിംഗ് ശതമാനം ഉയർന്നാൽ ആ ലീഡ് നില ഉയരും എന്നുള്ള കോൺഗ്രസിൻ്റെ പഴയ സമവാക്യങ്ങൾ മാറി മറയും എന്നുള്ള പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. അൻവർ ആണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു വലിയ വോട്ട് ഷെയർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, PV അൻവർ പിടിക്കുന്ന വോട്ടാണ് UDFന്റെ വിജയത്തിൻ്റെ ശതമാനം തീരുമാനിക്കുന്നത്, സാധ്യത തീരുമാനിക്കുന്നത് എന്നുള്ളത്. ഏതായാലും നാളെ ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ്. ആദ്യം 1-ാം ബൂത്ത് മുതൽ 46-ാം ബൂത്ത് വരെ, അതായത് 14 ടേബിളുകളാണ് ഉണ്ടാവുക. സ്വാഭാവികമായും വോട്ടിംഗ് റൗണ്ടുകളുടെ എണ്ണം കൂടും. അപ്പോൾ ആദ്യ റൗണ്ടിൽ വരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ വരുന്നതെല്ലാം UDFന് അനുകൂലമായിരിക്കും. വഴിക്കടവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുത്തേടമാണ്. ഈ 2 പഞ്ചായത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ലീഡ് UDFന് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ UDFന് തിരിച്ചടി നൽകുന്ന മേഖല അത് അമരമ്പലം പോലെ, അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലുള്ള മേഖലയാണ്. മറ്റൊന്ന് അടിയൊഴുക്കുകൾ ഉണ്ട്, കാണാതെ പോയ അടിയൊഴുക്കുകൾ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, മുന്നണികൾക്ക് കണ്ടെത്താനാകാത്ത ചില ക്രോസ് വോട്ടും അടിയൊഴുക്കുകളും നിലമ്പൂരിൽ നടന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് പോളിംഗിന് ശേഷം ഞങ്ങൾ ഓരോ പ്രദേശത്തും പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഉന്മേഷ്, ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.